Okay, welcome back. Our next topic, pressure difference across liquid meniscus. Pressure difference across liquid meniscus. എന്താണ് ഈ മെനിസ്കസ്? അതായത് നിങ്ങളിപ്പോൾ ഒരു ബീക്കറിനകത്ത് ഇവിടെ ഇതിലുള്ളത് വാട്ടറാണെന്ന് വിചാരിച്ചു, വാട്ടർ. ഓക്കെ, അപ്പോൾ ഉള്ളത് വാട്ടറാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബ് താഴ്ത്തി വെച്ചു. ഗ്ലാസ് ട്യൂബ് താഴ്ത്തി വെച്ചു. ഗ്ലാസ് ട്യൂബാണ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പാണല്ലേ, ട്യൂബല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, വാട്ടറും ഗ്ലാസും തമ്മിൽ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലല്ലേ. അപ്പോൾ വാട്ടർ എങ്ങനെ നിൽക്കുക ഗ്ലാസിൻ്റെ അടുത്ത്? വാട്ടർ ഗ്ലാസ്സിലേക്ക് അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് വാട്ടർ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും അല്ലേ. ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഇവർ തമ്മിൽ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടാവും, പുറമൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ, അതുപോലെ ഈ ബീക്കറിൻ്റെ അരികിലൊക്കെ ഉണ്ടാവും. റെഡി? അപ്പോൾ ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുകൾ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞ പോലെ ആവും അല്ലേ. അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞ പോലെ ആവും. ഈ കാണുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. മെനിസ്കസ്. അപ്പോൾ ഈ മെനിസ്കസിൻ്റെ മുകൾ ഭാഗം, ഈ കാണുന്ന മെനിസ്കസിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടല്ലേ ഉള്ളത്. ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗത്തിനെ നമ്മൾ കോൺകേവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിസ്കസിൻ്റെ മുകൾ ഭാഗം എന്താണ്? മുകൾ ഭാഗമാണ് ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗമാണ് കോൺകേവ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കോൺകേവ് സൈഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇതിനെ നമുക്ക് മെനിസ്കസ് എന്ന് പറയാം. ഇതിൻ്റെ പേരാണ് മെനിസ്കസ്. അപ്പോൾ ഇങ്ങനെ പറയാം, മെനിസ്കസ് ഈസ് കോൺകേവ് അപ്വേർഡ്. ഇങ്ങനെ പറയാം, മെനിസ്കസ് ഈസ് കോൺകേവ് അപ്വേർഡ്. മെനിസ്കസിൻ്റെ മുകൾ ഭാഗം കോൺകേവ് ആണ്. എപ്പോഴും ഈ കോൺകേവ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകൾ ഭാഗമല്ലേ കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അതെങ്ങനെയാണ്? ഇവിടെ നമ്മൾ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ സർഫസിലുള്ള മോളിക്യൂൾ തമ്മിൽ നമ്മൾ മുന്നേ പഠിച്ചു. സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നതിനും മോളിക്യൂൾ തമ്മിൽ ഇങ്ങനെ മോളിക്യൂൾ തമ്മിൽ ഈ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മോളിക്യൂൾ തമ്മിൽ ടാൻജൻ്റായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. കാരണം ഇതിങ്ങനെ ആയതുകൊണ്ട് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാവും മോളിക്യൂൾ തമ്മിൽ. പുറമേന്ന് ഉള്ളിലേക്കുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആരായിരിക്കും? പുറമേന്ന് ഉള്ളിലേക്കുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ പുറമേന്ന് ഉള്ളിലേക്കുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും അല്ലേ. PO, പ്രഷർ ഔട്ട് സൈഡ്, അത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ഇവിടെ. ഇനി ഉള്ളിന്ന് പുറമേക്കുള്ള പ്രഷറാണ് PI അല്ലേ. ഉള്ളിന്ന് പുറമേക്കുള്ള പ്രഷറാണ് PI. ഓക്കെ, പിന്നെ മോളിക്യൂൾ തമ്മിൽ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ സർഫസ് ടെൻഷൻ ഫോഴ്സും മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ കമ്പോണൻ്റ് ആക്കിയാൽ ഒരു കമ്പോണൻ്റ് ഇങ്ങനെയും വരും, ഒരു കമ്പോണൻ്റ് ഇങ്ങനെയും വരും. ഇതിനെ കമ്പോണൻ്റ് ആക്കിയാൽ, ഫോഴ്സിനെ കമ്പോണൻ്റ് ആക്കിയാൽ ഒന്നിങ്ങനെയും വരും, ഒന്നിങ്ങനെയും വരും. അതിൽ ഇവർ തമ്മിൽ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ PI എന്ന് പറയുന്ന പ്രഷർ ഉള്ളിൽ നിന്ന് പുറത്തേക്കുണ്ടേ. PI എന്ന പ്രഷർ ഇൻസൈഡ് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്കുണ്ട്. പിന്നെ ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് മാർക്ക് ചെയ്ത് അതിനെ കമ്പോണൻ്റ് എല്ലാം ആക്കി ഇത് ക്യാൻസലായി. അത് കാരണം ഒരു പ്രഷർ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ മൊത്തം മുകളിലേക്ക് എന്തൊക്കെയുണ്ട്? മുകളിലേക്ക് PI ഉണ്ട്, പിന്നെ ഈ സംഭവം ഉണ്ട് അല്ലേ.
ഈ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ, സർഫസ് ടെൻഷൻ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ അതും ഉണ്ടാവും മുകളിലേക്ക്. അപ്പോൾ PI ഉണ്ടാവും, ഇതും ഉണ്ടാവും. അപ്പോൾ ഈ മെനിസ്കസിന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ, ട്യൂബിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ നിൽക്കണമെങ്കിൽ അർത്ഥം എന്താണ്? നിൽക്കണമെങ്കിൽ അപ്വേഡ് പ്രഷറിനെ ഡൗൺവേർഡ് പ്രഷർ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. നല്ല ഇതിനിങ്ങനെ ട്യൂബിൻ്റെ ഉള്ളിൽ, അപ്പോൾ ട്യൂബിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്വേഡിനെ ഡൗൺവേർഡ് പ്രഷർ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ PIനെയും ഈ സംഭവത്തിനെയും PIനെയും ഇത് രണ്ടും മുകളിലേക്കല്ലേ, അപ്പോൾ ഇതിനെയും ബാലൻസ് ചെയ്യേണ്ട ആളല്ലേ PO. അപ്പോൾ PI പ്ലസ് ഈ സംഭവം സംതിങ് ഈക്വൽ ടു PO. അപ്പോൾ PIൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിയാലല്ലേ ഇവിടെ PO കിട്ടുക. കാരണം ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യേണ്ട ആളല്ലേ PO. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാ? ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ആൾ PO ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാ? PO അല്ലേ? PO. കാരണം ഇതിൻ്റെ കൂടെ ഇതും കൂടി കൂട്ടിയാലല്ലേ അത് കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ PO ആണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ ഔട്ട്സൈഡാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നമ്മൾ മുന്നേ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര സർഫസ് ഉണ്ട്? ഇതിൻ്റെ മെനിസ്കസിൻ്റെ ഒരു ഭാഗത്തല്ലേ എയർ ഉള്ളത്. അപ്പോൾ ഒരു സർഫസേ ഉള്ളൂ. ഒരു സർഫസാണ് നമ്മൾ മുന്നേ പഠിച്ച് ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. PI - PO ഈക്വൽ ടു സോപ്പ് ബബിളിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ 4S/R പഠിച്ചത്. ഇത് സോപ്പ് ബബിൾ ഒന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഇക്വേഷനുകൾ എന്നാ പഠിച്ചത്? PI - PO ഈക്വൽ ടു 2S/R എന്നാണ് പഠിച്ചല്ലേ. PI - PO ഈക്വൽ ടു 2S/R. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് എഴുതേണ്ടി വരും? ഇവിടെ നിങ്ങൾ ഏറ്റവും വലുതേതാണെന്ന് ഞാൻ പറഞ്ഞത്, ഈ PIനെയും ഈ സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഈ പ്രഷറിനെയും ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യേണ്ട ആളാണ് PO. അപ്പോൾ ഏറ്റവും വലുത് PO ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ ഇവിടെ ഇങ്ങനെ എഴുതണം, PO - PI. കാരണം PO ആണ് വലുത്. PO - PI ഈക്വൽ ടു 2S/R എന്ന് എഴുതണം. PO - PI ഈക്വൽ ടു 2S/R. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കോൺകേവ് സൈഡ് ഏതാ? അപ്പോൾ 2S/R. S സർഫസ് ടെൻഷൻ, ആറോ ഇവിടെ R എന്താണ്? R ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. R ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ഏതാ ഇവിടെ മെനിസ്കസ്? ഇതാണല്ലോ മെനിസ്കസ്, ഇതല്ലേ മെനിസ്കസ്. അപ്പോൾ മെനിസ്കസിനെ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരക്കുക. ഇല്ല, ഞാൻ മുമ്പേ പറഞ്ഞ അങ്ങനെയല്ല, റേഡിയസ് ഓഫ് കർവേച്ചർ കാണാം. അപ്പോൾ മെനിസ്കസിനെ ഭാഗമാക്കി വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരക്കുക. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആയത്. അപ്പോൾ അതിൻ്റെ പേരാ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ആ മെനിസ്കസിനെ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ ഉണ്ടാക്കുക. ആ സ്ഫിയറിൻ്റെ റേഡിയസ് അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ഇതിൽ കോൺകേവ് സൈഡ് ഏതാ? ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുകൾ ഭാഗമല്ലേ കോൺകേവ്? മുകൾ ഭാഗമാണ് കോൺകേവ്. ആ കോൺകേവ് സൈഡിലുള്ള പ്രഷറല്ലേ PO? മുകൾ ഭാഗത്തുള്ള പ്രഷറല്ലേ PO? എന്നാൽ കോൺകേവ് സൈഡിലുള്ള പ്രഷറല്ലേ PO? അതല്ലേ കൂടുതൽ. അതുകൊണ്ടല്ലേ PO - PI എന്ന് എഴുതിയേ. അപ്പോൾ എപ്പോഴും മെനിസ്കസിൻ്റെ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും. മെനിസ്കസിൻ്റെ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ. വേറൊന്ന് പറഞ്ഞുതരാൻ നോക്കിക്കോ. ഇപ്പം ഇതിനകത്ത് ഈ ബീക്കറിനകത്ത് നിങ്ങൾ വിചാരിക്കും ഇതിനകത്തുള്ളത് മർക്കുറിയാണുള്ളത്. ഓക്കെ. ഈ മർക്കുറിക്കകത്ത്, അപ്പോൾ ഇത് മർക്കുറിയാണേ. മർക്കുറിൻ്റെ അകത്ത് നമ്മൾ ഗ്ലാസ് ട്യൂബ് താത്തി വെച്ചു. ഇതിനകത്താണ് ഇപ്പോൾ ഗ്ലാസ് ട്യൂബ് താത്തി വെച്ചത്. മർക്കുറിക്കകത്ത് ഗ്ലാസ് ട്യൂബ് താത്തി വെച്ചു. അപ്പം മർക്കുറിൻ്റെ കേസിൽ നമ്മളെന്താ പറഞ്ഞത്? മർക്കുറിയും ഗ്ലാസും തമ്മിൽ, മർക്കുറിൻ്റെ കേസിൽ കോസീവ് ഫോഴ്സാണ് കൂടുതലല്ലേ. എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ്സിലേക്ക്, വാട്ടർ ആകുമ്പം ഗ്ലാസ്സിലേക്ക് കയറി നിൽക്കുക ചെയ്യുക. അഡേസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് കയറി നിൽക്കും. മർക്കുറി നേരെ തിരിച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടെയുള്ള മർക്കുറി എല്ലാം ഇങ്ങനെ നിൽക്കും. മർക്കുറി എന്ത് ചെയ്യും? കഴിയുന്നതും ഗ്ലാസ്സിൽ നിന്ന് അകന്ന് നിൽക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പായിരിക്കും. ഗ്ലാസ്സിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിന് ഇവിടെ ഗ്യാപ്പ് വരും. ഈ അരികിലെല്ലാം ഗ്യാപ്പ് വരും. കഴിയുന്നതും ഗ്ലാസ്സിൽ നിന്ന് അകന്ന് നിൽക്കും. കാരണം അഡേസീവ് ഫോഴ്സ് അല്ല കൂടുതൽ, കോസീവ് ഫോഴ്സാണ് കൂടുതൽ ഇവർ തമ്മിലുള്ള. അതുപോലെ ഇവിടെയെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയാം. അപ്പം ഉള്ളിൽ എന്നാ സംഭവം? അപ്പോൾ ഇപ്പോൾ ഏത് ഭാഗമാണ് കോൺകേവ്, ഏത് ഭാഗമാണ് കോൺവെക്സ്? നോക്കൂ നിങ്ങൾ. മുകൾ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടില്ലല്ലേ. മുകൾ ഭാഗം അപ്പോൾ ഇതാണ് മെനിസ്കസ്. ഈ കാണുന്നതാണ് മെനിസ്കസ്. ഓക്കെ. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടാണല്ലേ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോൺവെക്സ്. അപ്പോൾ ഈ മുകൾ ഭാഗം ഇപ്പം കോൺവെക്സ്. മുകൾ ഭാഗം ഇങ്ങനെ തള്ളിയിട്ടാണല്ലേ. അപ്പോൾ മുകൾ ഭാഗം ഇപ്പം കോൺവെക്സാണ്.
മുകൾ ഭാഗമാണ് കോൺവെക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള ഭാഗമാണ് കോൺകേവ്. ഞാൻ എന്നാ പറഞ്ഞത്, കോൺകേവ് ഭാഗത്തായിരിക്കും പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ താഴെയുള്ള ഭാഗത്ത് കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ താഴെയായിരിക്കും കൂടുതൽ. നോക്കിക്കോ, അങ്ങനെയാന്ന് നോക്കിക്കോ. പുറമേ നിന്ന് ഉള്ളിലേക്കുള്ള പ്രഷറാണ് PO, പ്രഷർ ഔട്ട് സൈഡ്, അത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള പ്രഷറാണ് PI. ഞാൻ പറഞ്ഞു എപ്പോഴും കൂടുതൽ എവിടെയായിരിക്കും? കോൺകേവ് സൈഡിലായിരിക്കും. കോൺകേവ് സൈഡ് ഇപ്പോൾ മുകൾ ഭാഗം ഇപ്പോൾ കോൺവെക്സ് സൈഡാണ്. അപ്പോൾ കോൺവെക്സ് അപ്പ് വേർഡാണ്, കോൺവെക്സ് അപ്പ് വേർഡ്. മെനിസ്കസ് ഈസ് കോൺവെക്സ് അപ്പ് വേർഡ്. മുകൾ ഭാഗം കോൺവെക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് ഭാഗം ഇതാണ്, ഉള്ളിലുള്ള ഭാഗം ഇതാണ് കോൺകേവ്. കോൺകേവ് ഭാഗത്തുള്ള പ്രഷറാണ് PI. കോൺകേവ് സൈഡിലുള്ള പ്രഷറാണ് PI. അപ്പോൾ ഇവിടെ കോൺകേവ് സൈഡിലുള്ള പ്രഷർ ആയിരിക്കും, കോമൺ ആയിട്ട് അങ്ങനെ പഠിച്ചോ, കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. കോൺകേവ് സൈഡിൽ വരുന്നത് ഇപ്പോൾ PI ആണ്. നേരത്തെ കോൺകേവ് സൈഡിൽ വന്നതാണ് PO, അപ്പോൾ PO കൂടുതൽ. ഇപ്പോൾ കോൺകേവ് സൈഡിൽ വരുന്നത് PI ആണ്, അപ്പോൾ PI ആയിരിക്കും കൂടുതൽ. നോക്കിക്കോ, ഇങ്ങനെ നോക്കോ. ഇനി സർഫസ് ടെൻഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യുക. സർഫസിൽ മോളിക്യൂൾ തമ്മിൽ ടാൻജൻഷ്യലായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സാണ് അല്ലേ? മോളിക്യൂൾ തമ്മിൽ ടാൻജൻഷ്യലായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. ടാൻജൻഷ്യലായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സാണ് സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഫോഴ്സിനെ കമ്പോണൻ്റ് ആക്കിയാൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതിനെ കമ്പോണൻ്റ് ആക്കിയാൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇവർ തമ്മിൽ ബാലൻസ് ആയി. പിന്നെ ബാക്കിയുള്ളതെല്ലാം താഴോട്ട് അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് പ്രഷർ ഏതൊക്കെയാണ്? PO ഉണ്ട്, PO. പിന്നെ ഡൗൺവേർഡ് ഈ സർഫസ് ടെൻഷൻ്റെ ഫോഴ്സിൻ്റെ കമ്പോണൻ്റ്, അത് കാരണം ഒരു പ്രഷർ താഴോട്ട് വരും. അപ്പോൾ POനെയും, അപ്പോൾ ഈ മെനിസ്കസ് ഇങ്ങനെ നിൽക്കുന്നു, ട്യൂബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഈ POനെയും ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യണം ആര്? PI. അപ്പോൾ ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ, ഡൗൺവേർഡ് രണ്ടെണ്ണം ഉണ്ട്, അതിന് രണ്ടിനെയും ബാലൻസ് ചെയ്യേണ്ട ആൾ ഇപ്പോൾ PI ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാ വരിക? PI അല്ലേ വരിക. ഈ PI ആണ് ഇപ്പോൾ ഏത് സൈഡിലുള്ളത്? കോൺകേവ് സൈഡിലുള്ളത്. അപ്പോൾ ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യേണ്ട ആൾ ഇപ്പോൾ PI ആണ്. അപ്പോൾ PI ആണ് കൂടുതൽ. അപ്പോൾ കോൺകേവ് സൈഡിലുള്ളതാണ് PI, അപ്പോൾ PI ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ PI ആണ് കൂടുതൽ. അതുകൊണ്ട് ഇപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, PI മൈനസ് PO ഈക്വൽ ടു 2S/R എന്നാണ്. PI മൈനസ് PO ഈക്വൽ ടു 2S/R. അപ്പോൾ നിങ്ങൾ ജനറലി ഇങ്ങനെ ഓർമ്മിച്ചോ, ഒരു ലിക്വിഡ് മെനിസ്കസിൻ്റെ കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. ഓക്കെ, കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ R എന്താണ്? R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ഇവിടെ മെനിസ്കസ് ഇങ്ങനെ നിൽക്കുന്നത്, ഇതാണ് മെനിസ്കസ്, അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് സ്ഫിയർ ഉണ്ടാക്കുക. മെനിസ്കസ് വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ ഉണ്ടാക്കുക, ആ സ്ഫിയറിൻ്റെ റേഡിയസ്. ഓക്കെ, R. റെഡി? ഓക്കെ, അപ്പോൾ ഈ സംഭവം ഓർമ്മിച്ചോ, ഒരു ലിക്വിഡ് മെനിസ്കസിൻ്റെ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും. കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ക്യാപ്പിലാരിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാപ്പിലാരി റൈസും ക്യാപ്പിലാരി ഫോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പണ്ടത്തെ മണ്ണെണ്ണ വിളക്കൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ തിരി താത്തി കഴിഞ്ഞാൽ ആ തിരിയിലൂടെ മണ്ണെണ്ണ തിരിനെ പിടിച്ച് ഇങ്ങനെ കയറി വരുന്ന കാണുന്നില്ലേ, അതൊരു ക്യാപ്പിലാരി ആക്ഷനാണ്, അത് ക്യാപ്പിലാരി റൈസാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ വാട്ടറിനകത്ത് ഇപ്പോൾ ഒരു ബീക്കറിൽ വാട്ടർ വിചാരിക്കും. വാട്ടറിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ഒരു ക്യാപ്പിലാരി ട്യൂബ് താത്തി വെക്കുക. ക്യാപ്പിലാരി ട്യൂബ് എന്ന് വെച്ചാൽ വളരെ നേരിയ അതിൻ്റെ ഉള്ളിലൊരു ഫൈൻ ഹോളാന്നേ ഉള്ളൂ, അത്രയും നേരിയൊരു ഹോളേ അതിലുള്ളൂ. അങ്ങനെയുള്ളൊരു ഗ്ലാസ് ട്യൂബ്. ഓക്കെ, അത്രയും നേരിയ ഗ്യാപ്പേ അതിനുള്ളിൽ ഉണ്ടാവും കേട്ടോ, എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സംഭവം നടക്കൂ. അപ്പോൾ വാട്ടറിനകത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ക്യാപ്പിലാരി ട്യൂബ് താത്തി വെക്കുക, അത്രയും നേരിയ ട്യൂബ്. നമ്മൾക്ക് പിക്ചർ വരക്കുമ്പോൾ കുറച്ച് വലുതാക്കി വരക്കാം, എങ്കിലും ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ വരക്കുന്നത്. വാട്ടറിനകത്ത് ക്യാപ്പിലാരി ട്യൂബ് താത്തി വെച്ചു, ഇവിടം വരെ വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്പിലാരി ട്യൂബിലൂടെ ഇനി റീസണൊക്കെ നമുക്ക് പറയാം. ഈ ക്യാപ്പിലാരി ട്യൂബിലൂടെ വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്യും. റൈസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഗ്ലാസ് ട്യൂബല്ലേ, ഗ്ലാസ് ആകുമ്പോൾ
ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ കയറി നിൽക്കൂലേ വാട്ടർ, അഡേസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ കയറി നിൽക്കൂലേ. അപ്പോൾ വാട്ടർ കാപ്പിലാരി ട്യൂബിലൂടെ ഇങ്ങനെ റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താത്തി വെച്ചിട്ട് കാര്യമില്ലേ. ഞാൻ പറഞ്ഞ അത്രയും നേരിയ ഹോളായിരിക്കണം, അതിൻ്റെ ഉള്ളിൽ അത്രയും നേരിയ ഹോളായിരിക്കണം. അങ്ങനെയുള്ള ട്യൂബിനെയാണ് നമ്മൾ കാപ്പിലാരി ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇതിൽ താത്തി വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്യും, വാട്ടർ റൈസ് ചെയ്യും. ഈ ഫിനോമിനെ നമ്മൾ കാപ്പിലാരി റൈസ് എന്ന് പറയും, കാപ്പിലാരി റൈസ്. ഓക്കെ, ഈ വാട്ടറിൻ്റെ സ്ഥാനത്ത് ഇതിലുള്ളത് മർക്കുറിയാന്ന് വിചാരിക്കും. ഇതിനകത്തുള്ളത് മർക്കുറിയാണ്. ഇതിനകത്താണ് നമ്മൾ കാപ്പിലാരി ട്യൂബ് താത്തി വെക്കുന്നത്. കാപ്പിലാരി ട്യൂബ് താത്തി വെച്ചു, മർക്കുറിയാണേ ഉള്ളത്. അപ്പോൾ ഇവിടെ വരെ മർക്കുറി ഉണ്ട്. മർക്കുറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മർക്കുറി കാപ്പിലാരി ട്യൂബിലൂടെ, അപ്പോൾ ഇവിടം വരെ മർക്കുറി വേണ്ടേ, ഇവിടം വരെ ശരിക്കും മർക്കുറി വേണ്ടേ, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. മർക്കുറി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാപ്പിലാരി ട്യൂബില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ കാപ്പിലാരി ട്യൂബിൻ്റെ ഉള്ളിൽ മർക്കുറി അങ്ങ് താഴ്ന്നു പോകും. ഇനി ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും, അങ്ങ് താഴ്ന്നു പോകും. എന്നിട്ട് ഇങ്ങനെയാണ് വന്ന് നിൽക്കുക. വാട്ടർ ആകുമ്പോൾ നേരെ തിരിച്ചിങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് കയറി നിൽക്കും. ഇത് കഴിയുന്ന ഗ്ലാസ്സിൽ നിന്ന് വിട്ട് നിൽക്കും, അപ്പോൾ ഇങ്ങനെയായി മാറും. അപ്പോൾ കാപ്പിലാരി ട്യൂബിലൂടെ മർക്കുറി അങ്ങ് താഴ്ന്നു പോകും, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് താഴ്ന്നു പോകും. ഈ ഫിനോമിനെ നമ്മൾ കാപ്പിലാരി ഫോൾ എന്ന് പറയും. ഇതിനൊക്കെ റീസൺ പറയാം, കാപ്പിലാരി ഫോൾ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ഫിനോമിനെ ജനറലി വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി. അപ്പോൾ ഇത് ഫിനോമിനൻ ഓഫ് റൈസിങ് ഓർ ഫോളിങ് ഓഫ് എ ലിക്വിഡ്, through a capillary tube. This phenomenon is called capillarity. Okay, ഇനി എന്തുകൊണ്ട് വാട്ടർ റൈസ് ചെയ്യുന്നു പറയാം, നോക്കൂ. നെക്സ്റ്റ്, എക്സ്പ്രഷൻ ഫോർ capillary rise. Expression for capillary rise or ascent formula. Expression for capillary rise or ascent formula. നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ബീക്കറിൽ ഈ ബീക്കറിനകത്ത് ഇവിടെയുള്ളത് വാട്ടറാണ്. ഓക്കെ, ഈ വാട്ടറിനകത്ത് നമ്മൾ ഒരു കാപ്പിലാരി ട്യൂബ് താത്തി വെക്കുകയാണ്. ഈ വാട്ടറിനകത്ത് ഒരു കാപ്പിലാരി ട്യൂബിനെ പറ്റി ഞാൻ പറഞ്ഞു, വളരെ നേരിയ ട്യൂബാണ് അല്ലേ, വളരെ നേരിയ ട്യൂബ്. ഒരു ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇതാണ് റേഡിയസ് അല്ലേ, ട്യൂബിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ നേരിയ ട്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് വളരെ കുറവാണ് അല്ലേ. കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അതൊക്കെ നമുക്ക് ലാസ്റ്റ് വേണം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആദ്യമേ പറഞ്ഞു വെക്കുന്നതാണ്. ഈ കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അത് വളരെ ചെറുതാണ്, നേരിയ ട്യൂബാണ്. നേരിയ ട്യൂബിലാണെങ്കിൽ മാത്രമേ ഇതിലൂടെ, അങ്ങനെയുള്ള ട്യൂബാണെങ്കിൽ മാത്രമേ വാട്ടർ റൈസ് ചെയ്യൂ. ഞാൻ പറഞ്ഞു, അതിന് റീസണൊക്കെ പറയാം. ഓക്കെ, പക്ഷെ നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ് ഈ കാപ്പിലാരി ട്യൂബിനെ. കാരണം പിക്ചറിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ട്യൂബിനെ കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ്. നിങ്ങളെ മനസ്സിലുണ്ടാവുക ഇതിൻ്റെ റേഡിയസ് അത്രയും ചെറുതാണ്, നേരിയ ട്യൂബാണത് സംഭവം. ഓക്കെ, അപ്പോൾ വാട്ടറിനകത്ത് നമ്മളിവിടെ ഒരു കാപ്പിലാരി ട്യൂബ് താത്തി വെച്ചു. നമ്മൾ ഈ പിക്ചറിൽ ഇതിനെ കുറച്ച് വലുതാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാപ്പിലാരി ട്യൂബ് ഇവിടെ താഴ്ത്തി വെച്ചു. അത്രയും നേരിയ ട്യൂബാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാപ്പിലാരി ട്യൂബിലൂടെ വാട്ടർ എന്ത് ചെയ്യും, റൈസ് ചെയ്യും എന്ന് പറഞ്ഞു. അതിന് റീസൺ പറയാം, നോക്കൂ. അപ്പോൾ ഇതിനകത്തുള്ളത് വാട്ടറാണ്. വാട്ടർ എങ്ങനെ നിൽക്കും, വാട്ടർ ഇതിനോട് അടുത്തെത്തുമ്പോൾ, ബീക്കറിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൽ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് കുറച്ച് അതിലേക്ക് ഇങ്ങനെ കയറി നിൽക്കും അല്ലേ.
അതുപോലെ ഇവിടെയും ഉണ്ടാവും, ഇവിടെ കയറി നിൽക്കും. ഓക്കെ, അതുപോലെ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടാവും. റെഡി? ഞാൻ പറഞ്ഞു ഇത് അത്രക്കും നേരിയ ട്യൂബല്ലേ ഇത് ഇത്രയൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പ് ഇത്രയൊന്നുമില്ലല്ലോ, ഇത്രയൊന്നുമില്ല, അത് അത്രയും നേരിയ സംഭവമല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാപ്പിലാരി ട്യൂബിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഇങ്ങനെ ശരിക്കും ഇതിങ്ങനെ വളഞ്ഞ് തന്നെ നിൽക്കും. ഈ കാപ്പിലാരി ട്യൂബിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ശരിക്ക് വളഞ്ഞ് തന്നെ നിൽക്കും. അത്രയും സ്പേസ് കുറവല്ലേ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയും സ്പേസ് കുറവാണ്ട് അത് ശരിക്കും ഇങ്ങനെ വളഞ്ഞ് തന്നെ നിൽക്കും. പുറമേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പുറമേ ഈ രണ്ട് എൻഡിൽ മാത്രം ഇവിടെ ഒന്ന് ഇങ്ങനെ ബീക്കറിനോട് ചേർന്ന് നിൽക്കും. അഡ്ഹസീവ് ഫോഴ്സ് കൂടി കൊണ്ട് ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, അതുപോലെ ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ കാപ്പിലാരി ട്യൂബിൻ്റെ ഉള്ളിൽ ഇത് അത്രയും നേരിയ ട്യൂബായത് കൊണ്ട് ശരിക്കും വാട്ടർ ഇങ്ങനെ തന്നെ വളഞ്ഞ് നിൽക്കും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളാ പിന്നെ ഫ്ലാറ്റ് ആയിരിക്കും, സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും, ഇവിടെയൊക്കെ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ മെനിസ്കസ് ഇങ്ങനെ തന്നെ ആയിരിക്കും കാപ്പിലാരി ട്യൂബിൻ്റെ ഉള്ളിൽ. അപ്പം മുകൾ ഭാഗം കോൺകേവായി, മുകൾ ഭാഗം അല്ല ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം കോൺകേവായി അല്ല, അപ്പോൾ കോൺകേവ് അപ്വേഡ് അല്ലേ, മെനിസ്കസ് ഈസ് കോൺകേവ് അപ്വേഡ്. മുകൾ ഭാഗം കോൺകേവായി, താഴ്ഭാഗം കോൺവെക്സ് ആയി. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഫ്ലാറ്റാണ്. ഇത് അത്രയും തിൻ ട്യൂബാണ്, നേരിയ ട്യൂബായതുകൊണ്ട് ഇത് ശരിക്കും ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയായിരിക്കും, മെനിസ്കസ് ശരിക്കും ഇങ്ങനെ വളഞ്ഞ് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടെന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചു കോൺകേവ് സൈഡിൽ അല്ലേ, മെനിസ്കസിൻ്റെ കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിൻ്റ് അത്, കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു 2-3 പോയിൻറ്റ്സ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ എടുത്തു, ഒരു എ എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്തു, പോയിൻ്റ് എ. ഓക്കെ, ഈ മെനിസ്കസിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുത്തു ബി. ഈ ബി എന്ന് പറയുന്ന പോയിൻ്റ് നേരെ അതേ ഹൊറിസോണ്ടൽ ലെവലിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു സി എന്ന് പറയുന്നൊരു പോയിൻ്റ്. ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും നമ്മൾ വാട്ടറിനകത്ത് കാപ്പിലാരി ട്യൂബ് താത്തി വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ വാട്ടർ അങ്ങ് റൈസ് ചെയ്യും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ വാട്ടർ കാപ്പിലാരി ട്യൂബിൽ നമ്മൾ കാണുന്ന കാപ്പിലാരി ട്യൂബ് താത്തി വെച്ച ഉടനെ വാട്ടർ അങ്ങ് റൈസ് ചെയ്ത് പോകും. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ഈ വാട്ടർ കാപ്പിലാരി ട്യൂബിലൂടെ റൈസ് ചെയ്യാനുള്ള കാരണം എന്ത്, ഇതിങ്ങനെ റൈസ് ചെയ്യാനുള്ള കാരണം എന്തെന്നാണ് പറയാൻ പോകുന്നത്. വാട്ടർ കാപ്പിലാരി ട്യൂബിലൂടെ റൈസ് ചെയ്യാനുള്ള കാരണം എന്ത് നോക്കൂ. ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ 3 പോയിൻറ്റ്സ് ഞാൻ എടുത്തു. ഓക്കെ, ഈ 3 പോയിന്റിലുള്ള ഓരോ പോയിന്റിലുള്ള പ്രഷർ എഴുതുകയാണ് നമ്മൾ. ഓക്കെ, ഇതിൽ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് പോയിന്റ് എവിടെയാണുള്ളത്? എ എന്ന് പറയുന്ന പോയിന്റ് പുറമേയുള്ളത്. പുറമേയാണെങ്കിൽ അവിടെയുള്ള പ്രഷർ എന്ത് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് ഞാൻ പി ഒ എന്ന് എഴുതി. PO അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് PO. അപ്പോൾ അത് അവിടെ എന്തായാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, കാരണം ഔട്ട്സൈഡ് ആയതുകൊണ്ട് എന്തായാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതുപോലെ പ്രഷർ അറ്റ് സി എന്ന് പറയുന്നതും, സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയല്ലേ? സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയെല്ലാം സർഫസ് ഫ്ലാറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ പോലെ വളഞ്ഞിരിക്കുന്ന പ്രശ്നം, ഇങ്ങനെ കോൺകേവ് കോൺവെക്സ് ആയ പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റാണ്. ഓക്കെ, പിന്നെ സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയല്ലേ? സി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് ഓൾമോസ്റ്റ് സർഫസിലല്ലേ? ഓൾമോസ്റ്റ് സർഫസിലായതുകൊണ്ട് സർഫസിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഏത് പ്രഷർ തന്നെയാണ്? സർഫസിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഏത് പ്രഷർ തന്നെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് സർഫസിലായതുകൊണ്ട് അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ എന്ന് പറഞ്ഞാൽ PO തന്നെ. അപ്പോൾ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് PO, പ്രഷർ അറ്റ് സി എന്ന് പറയുന്നതും PO, കാരണം അത് സർഫസിലാണ്, ഓൾമോസ്റ്റ് സർഫസിലാണ്. അപ്പോൾ അവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. ഓക്കെ, പക്ഷേ പ്രഷർ അറ്റ് ബി അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇവിടെ കാരണം ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ വളഞ്ഞു തന്നെ നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പുറമെ ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല.
ഇത് തിൻ ട്യൂബായ വളരെ നേരിയ ട്യൂബായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ വളഞ്ഞ് തന്നെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭാഗം കോൺകേവ് ആവും, ഒരു ഭാഗം കോൺവെക്സ് ആവും. നമ്മൾ പഠിച്ചെന്നാൽ തൊട്ട് മുന്നേ പഠിച്ച ടോപ്പിക്കിൽ എന്താ പഠിച്ചത്? കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. കോൺകേവ് സൈഡിൽ ആരാളെ? ഇവിടെയല്ല ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റാണ് എവിടെയുള്ളത്? കോൺകേവ് സൈഡിൽ. ഈ പോയിൻ്റാണ് കോൺകേവ് സൈഡിൽ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ഈസ് ഓൺ കോൺകേവ് സൈഡ്. എ ഉള്ളത് കോൺകേവ് സൈഡിലാണ് അല്ലേ? കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ എയിലുള്ള പ്രഷർ അതിന് റീസൺ ഇതാണ്. ഇങ്ങനെ മെനിസ്കസ് ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ഭാഗം കോൺകേവ്, ഒരു ഭാഗം കോൺവെക്സ്. ഇവിടെയൊന്നും ആ പ്രശ്നമില്ല, ഇവിടെയെല്ലാം ഫ്ലാറ്റ് ആയിരിക്കും. ഇത് തിൻ ട്യൂബ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എ എന്നുള്ളത് കോൺകേവ് സൈഡിലാണ്. കോൺകേവ് സൈഡിൽ എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് പ്രഷർ അറ്റ് ബിനേക്കാൾ കൂടുതലായിരിക്കും. സോ പ്രഷർ അറ്റ് എ ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് ബി. കോൺകേവ് സൈഡ് കൂടുതലായിരിക്കും. കോൺകേവ് സൈഡിലാണ് എ ഉള്ളത്. അപ്പോൾ എയിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എയിലല്ലേ കൂടുതൽ? എയിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? പി എ മൈനസ് പി ബി ഈക്വൽ ടു 2s/r. പി എ മൈനസ് പി ബി ഈക്വൽ ടു 2s/r എന്ന് എഴുതണം. പി എ എന്ന് പറയുന്നത് എന്താ? പി എ എന്ന് പറഞ്ഞാൽ എയിലുള്ള പ്രഷർ. നമ്മൾ ആദ്യമേ പറഞ്ഞു എയിലുള്ള എ പുറത്തല്ലേ. അപ്പോൾ എയിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ ഇത് പി ഒ. പി എ എന്ന് പറയുന്നത് പി ഒ ആണ്. പി ഒ മൈനസ് പി ബി ഈക്വൽ ടു 2s/r. സോ ഇതിൽ നിന്ന് 2s/r ഇങ്ങോട്ട് എടുക്കുക, പി ബി റൈറ്റ് സൈഡിൽ എടുത്താൽ ഇങ്ങനെ വരും. പി ഒ മൈനസ് 2s/r ഈക്വൽ ടു പി ബി എന്ന് വരും അല്ലേ? ഈക്വൽ ടു പി ബി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് പ്രഷർ അറ്റ് ബി കണ്ടോ? പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് പി ഒ മൈനസ് 2s/r. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതിൽ കാപ്പിലാരി ട്യൂബ് താത്തി വെച്ചു. കാപ്പിലാരി ട്യൂബ് ഒരു തിൻ ട്യൂബാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് വാട്ടർ ഇങ്ങനെ തന്നെ വളഞ്ഞ് നിൽക്കും. അതുകൊണ്ട് ആ മുകൾ ഭാഗം കോൺകേവ് ആവും, താഴ്ഭാഗം കോൺവെക്സ് ആവും. ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഇത് ഓൾമോസ്റ്റ് സർഫസിലാണ്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. പക്ഷേ ഇവിടെ മെനിസ്കസ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു മുകൾ ഭാഗം കോൺകേവായി. അപ്പോൾ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ എയിലുള്ള പ്രഷർ ബിയിലുള്ള പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എയിലാണ് കൂടുതൽ. അതുകൊണ്ടാണ് പി എ മൈനസ് പി ബി എന്ന് എടുത്തത് ഈക്വൽ 2s/r. ഇതിൽ ആർ എന്താ? ആർ ഈസ് ദ റേഡിയസ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ഇതാണ് മെനിസ്കസ്. മെനിസ്കസിനെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ഫിയർ വരക്കാം. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ ഒരു സ്ഫിയർ വരച്ചാൽ, മെനിസ്കസിനെ വെച്ചുകൊണ്ട് സ്ഫിയർ വരച്ചാൽ അതിൻ്റെ റേഡിയസ് ആണ് ആർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് പ്രഷർ അറ്റ് ബി. അപ്പോൾ പ്രഷർ അറ്റ് ബി, ഇവിടെയുള്ള പ്രഷർ നമുക്ക് കിട്ടിയെന്നാ നോക്കൂ, ആലോചിച്ചോ. പ്രഷർ അറ്റ് ബി കിട്ടിയത് നോക്കോ. അതിന് കാരണം ഇതിങ്ങനെ ആയതാണ്, ഇങ്ങനെ കർവ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പ്രഷർ അറ്റ് ബി എന്താ കിട്ടിയത്? പി ഒ മൈനസ് 2s/r. ഇവിടെ പി ഒ മൈനസ് 2s/r. ഇവിടെ പ്രഷർ അറ്റ് ബി. പ്രഷർ അറ്റ് സി ഒ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, ഇവിടെ ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ഓൾമോസ്റ്റ് സർഫസിലായതുകൊണ്ട് ഇതും ഓൾമോസ്റ്റ് സർഫസാണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റും ഓൾമോസ്റ്റ് സർഫസാണ്. ഓൾമോസ്റ്റ് സർഫസ് ആകുമ്പോൾ പ്രഷർ എന്ത് പ്രഷറാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ മെനിസ്കസ് ഇങ്ങനെ കർവ്ഡ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കോൺകേവ് സൈഡിലായിരിക്കും കൂടുതൽ. അപ്പോൾ മുകൾ ഭാഗത്ത് കൂടുതലും താഴ്ഭാഗത്ത് കുറവായിരിക്കും. അങ്ങനെയാണ് ഇതിങ്ങനെയായി പോയത്. ഓക്കെ, ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, ഇവിടെ ഫ്ലാറ്റ് ആണ്. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പി സി, പ്രഷർ അറ്റ് സി. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പി ഒ ആണ്. അപ്പോൾ സിയിലുള്ള പ്രഷർ പി ഒ, സിയിലുള്ള പ്രഷർ പി ഒ, ബിയിലുള്ള പ്രഷർ, ഇവിടെയുള്ള പ്രഷർ പി ഒ മൈനസ് 2s/r. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു ലിക്വിഡ് റസ്റ്റിലാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ റസ്റ്റിലാണെങ്കിൽ നമ്മൾ പഠിച്ചത് ഇതൊക്കെയാണ്. ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ റസ്റ്റിലാണെങ്കിലാണ്, ലിക്വിഡ് റസ്റ്റിലാണല്ലോ. റസ്റ്റിലാണെങ്കിൽ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കും. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും എന്നല്ല, സെയിം ആയിരിക്കണം. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ലെവലിലുള്ള പോയിന്റ് അല്ലേ ബിയും സിയും നോക്കൂ. ബിയും സിയും ഉള്ളത് ഹൊറിസോണ്ടൽ ലെവലല്ലേ, ഒരേ ലെവലല്ലേ, ഒരേ ഹൊറിസോണ്ടൽ ലെവലല്ലേ ഇവരുള്ളത്. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കണം. പക്ഷെ അവിടെ പി ഒ മൈനസ് 2s/r.
അപ്പോൾ എവിടെയാണ് കൂടുതൽ? പി ഒ ആണോ കൂടുതൽ? പി ഒ മൈനസ് 2s ബൈ ആർ. ഇത് പി ഒ മൈനസ് 2s ബൈ ആർ ആകും. അപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി, മൈനസ് ആയി പോയി. അപ്പോൾ ഇവിടെ പ്രഷർ കുറവാണ് ഏതിനേക്കാളും, ഇവിടുത്തേക്കാളും. ഇത് രണ്ട് ഒറിസോണ്ടൽ ലെവലിലാണല്ലേ. ഒറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ കൂടുതൽ, ഇവിടെ പി ഒ ഉണ്ട്. ഇവിടെ പി ഒൻ്റെ അകത്ത് നിന്ന് കുറച്ച് കുറവാണ്, 2s ബൈ ആർ കുറവാണ്. പി ഒ മൈനസ് 2s ബൈ ആറേ ഉള്ളൂ. അപ്പോൾ ഒറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കണം. പക്ഷേ അവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കുറവാണ്. എത്ര കുറവാണ്? പി ഒൻ്റെ അകത്ത് നിന്ന്, പി ഒയിൽ നിന്ന് 2s ബൈ ആർ കുറവാണ്. അവിടെ പി ഒ ഉണ്ട്, പക്ഷേ ഇവിടെ പി ഒയിൽ നിന്ന് 2s ബൈ ആർ കുറവാണ്. പി ഒ മൈനസ് 2s ബൈ ആറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രഷർ കുറവാണ്. എവിടെ? ബിയിൽ. പക്ഷേ ഇവിടെ രണ്ടിടയ്ക്കും പ്രഷർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കാരണം ഒറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കണം ലിക്വിഡ് റെസ്റ്റിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഒരു എച്ച് ഹൈറ്റിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ താഴെ ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? എച്ച് ഹൈറ്റ് ഈ ലിക്വിഡിൻ്റെ ഒരു പ്രഷർ വരും. ലിക്വിഡിൻ്റെ പ്രഷർ എത്ര? എച്ച് റോ ജി അല്ലേ? ഈ ലിക്വിഡിൻ്റെ പ്രഷർ കണ്ട ഫോമിലല്ലേ എച്ച് റോ ജി. ഈ എച്ച് ഹൈറ്റിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ താഴെയുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ, ലിക്വിഡിൻ്റെ പ്രഷർ എത്രയാ? എച്ച് റോ ജി, റോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ച പോയിന്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് പോയിന്റും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ് ഉള്ളത്. അവിടെ പ്രഷർ പി ഒ ആണ്, ഇവിടെ പ്രഷർ പി ഒ മൈനസ് 2s ബൈ ആർ ആണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പ്രഷർ കുറച്ച് കുറവാണ്. പക്ഷേ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്താവണം? സെയിം ആവണം. അപ്പോൾ സെയിം ആവാൻ വേണ്ടി, ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആവാൻ വേണ്ടി ഈ ലിക്വിഡ് റൈസ് ചെയ്യും. ഈ ലിക്വിഡ് ഇങ്ങനെ റൈസ് ചെയ്യും. റൈസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ തന്നെ നിൽക്കും. കാരണം ഇവർ തമ്മിൽ അഡ്വേസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് കയറി നിൽക്കും. ഓക്കെ, അപ്പോൾ എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തു എന്ന് വിചാരിച്ചു. എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തു. അപ്പോൾ ലിക്വിഡ് എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തു. എന്തിനു വേണ്ടി? ഈ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്താവാൻ? ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആവാൻ ലിക്വിഡ് എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തു. എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്താൽ എന്ന ഗുണം, എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്താൽ ഇവിടെ ഒരു പ്രഷർ വരും. എച്ച് ഹൈറ്റിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ താഴെയുള്ള പോയിന്റിൽ ഒരു പ്രഷർ വരും. എത്ര? എച്ച് റോ ജി. അപ്പോൾ നേരത്തെ ഇവിടെ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ പി ഒ മൈനസ് 2s ബൈ ആർ. ആ പ്രഷർ അവിടെ ഉണ്ട്. പി ഒ മൈനസ് 2s ബൈ ആർ എന്ന് പറയുന്നത് നേരത്തെയുള്ള പ്രഷർ അവിടെ ഉണ്ട്, പി ഒ മൈനസ് 2s ബൈ ആർ. പിന്നെ എച്ച് ഹൈറ്റിൽ ലിക്വിഡ് റൈസ് ചെയ്താൽ ഇവിടെ ഒരു അഡീഷണൽ പ്രഷർ വരും. എച്ച് ഹൈറ്റിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ പ്രഷർ വരും. എത്ര? എച്ച് റോ ജി. അപ്പോൾ നേരത്തെ എത്രയുണ്ട്? പി ഒ മൈനസ് 2s ബൈ ആർ. ഈ പി ഒ മൈനസ് 2s ബൈ ആറിൻ്റെ കൂടെ പ്ലസ് എച്ച് ഹൈറ്റിൽ ലിക്വിഡ് റൈസ് ചെയ്താൽ ഒരു അഡീഷണൽ പ്രഷർ വരും, എച്ച് റോ ജി. അപ്പോൾ ഇവിടെ എത്രയായി? നേരത്തെ പി ഒ മൈനസ് 2s ബൈ ആർ ഉണ്ട്. ലിക്വിഡ് റൈസ് ചെയ്താലോ ഒരു അഡീഷണൽ പ്രഷർ എച്ച് റോ ജിയും വരും. അപ്പോൾ ടോട്ടൽ എത്രയായി? പി ഒ മൈനസ് 2s ബൈ ആർ പ്ലസ് എച്ച് റോ ജി ആയി അല്ലേ? അപ്പം പ്രഷർ പി ഒയിൽ നിന്ന് നേരത്തെ എത്ര കുറവാ? 2s ബൈ ആർ കുറവാ. ഇവിടെയാണ് കൂടുതൽ. ഇവിടെ കൂടുതലും ഇവിടെ കുറവേനും അല്ലേ? ഇവിടെ കുറവല്ലേ? അപ്പോൾ ഇവിടെ കുറവായതുകൊണ്ട് എന്താവണം? ഇവിടെ കൂടണം. അപ്പോൾ എത്ര കൂടി? എച്ച് റോ ജി കൂടി. എന്നിട്ട് ഇത് രണ്ടും എന്തായി? ഹൊറിസോണ്ടൽ ലെവലിൽ എന്തായി? ഈക്വലായി. കാരണം നേരത്തെ ഇവിടെ പ്രഷർ കുറവായിരുന്നു. പ്രഷർ കുറവായതുകൊണ്ട് ലിക്വിഡ് റൈസ് ചെയ്തു, വാട്ടർ റൈസ് ചെയ്തപ്പോൾ പ്രഷർ കൂടി. അപ്പോൾ നേരത്തെ കുറവായിരുന്നു, അതിൻ്റെ പേരെ കുറച്ച് കൂടി. എത്ര കൂടി? എച്ച് റോ ജി കൂടി. അപ്പോൾ എച്ച് റോ ജി കൂടി. അപ്പോൾ നേരത്തെ പി ഒ മൈനസ് 2s ബൈ ആർ പ്ലസ് അതിൻ്റെ കൂടെ ഒരു എച്ച് റോ ജി കൂടി. ലിക്വിഡ് റൈസ് ചെയ്തുകൊണ്ട് ഒരു എച്ച് റോ ജി എന്ന് പറഞ്ഞ പ്രഷർ കൂടി. അപ്പോൾ കൂടിയിട്ട് നേരത്തെ കുറവായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പേര് കുറച്ച് കൂടിയിട്ട് ഇത് രണ്ടും എന്തായി? ഈക്വലായി. കാരണം ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആവണം. അപ്പോൾ ഈ ലിക്വിഡ് റൈസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? റൈസ് ചെയ്തതിന് ശേഷം നേരത്തെ ഇവിടെ പ്രഷർ കുറച്ച് കുറവായിരുന്നു. ആ പ്രഷർ കുറച്ച് കുറവായതുകൊണ്ട് അത് കൂടിയിട്ട് രണ്ടും ഈക്വൽ ആവണം. അപ്പോൾ കൂടാൻ വേണ്ടി ലിക്വിഡ് റൈസ് ചെയ്തു. അപ്പോൾ എച്ച് റോ ജി എന്ന് പറഞ്ഞ ഒരു പ്രഷർ കൂടിക്കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും എന്തായി? ഹൊറിസോണ്ടൽ ലെവൽ എന്തായി? ഈക്വലായി. അപ്പം നൗ ഈ രണ്ട് പോയിന്റിലും പ്രഷർ എന്താവും? ഈക്വൽ ആവും. ലിക്വിഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റിലും പ്രഷർ ഈക്വൽ ആവും. അതാ സംഭവിക്കുന്നത്. അപ്പോൾ പ്രഷർ ഈക്വൽ ആക്കാനാണ് ലിക്വിഡ് എന്ത് ചെയ്തത്? റൈസ് ചെയ്തത്. ഓക്കെ, അപ്പം നൗ നമുക്ക് എന്ത് ഇക്വേഷൻ ഇതാ? ഇപ്പോൾ ഈ രണ്ട് പോയിന്റിലും പ്രഷർ ഈക്വൽ ആകും. ഇപ്പം പ്രഷർ ഇവിടെ എത്രയാ? പി ഒ മൈനസ് എന്താണ്? പ്രഷർ ടു ബിയും പ്രഷർ ടു സി രണ്ടും ഈക്വൽ ആവും. എന്താണ് ഇവിടെ എത്രയാ? പി ഒ മൈനസ് 2s ബൈ ആർ പ്ലസ് എച്ച് റോ ജി. ഇവിടെ ഇതും ഈക്വൽ ആവും. ഇതെത്രയാ? ഈക്വൽ ടു അത് പി ഒ. ഇവിടെ പി ഒ അല്ലേ? അപ്പോൾ ഇത് രണ്ട് ഈക്വലായി. ഈ മൈനസ് 2s ബൈ ആർ അപ്പുറം പോയാൽ എച്ച് റോ ജി ഈക്വൽ ടു 2s ബൈ ആർ. സോ എച്ച് ഈക്വൽ ടു 2s ബൈ ആർ റോ ജി. അതിൽ ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മെനിസ്കസിൻ്റെ റേഡിയസ്. ആർ ഈസ് ദ റേഡിയസ് ഓഫ് മെനിസ്കസ്.
R is the radius of meniscus. Capital R is the radius of meniscus. Okay, capital R radius of meniscus ആണ്. എന്ന് വെച്ചാൽ ഇതാണ് മെനിസ്കസ് അല്ലേ. ഈ മെനിസ്കസിനെ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരക്കുക. സ്ഫിയർ. അപ്പോൾ മെനിസ്കസിനെ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരച്ചു. ഓക്കെ, ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതിന് പേര് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസ്. ഓക്കെ, ഇനി കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് സ്മോൾ ആർ. മെനിസ്കസ് വെച്ചുകൊണ്ട് സ്ഫിയർ വരച്ചാൽ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതാണ് കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് അല്ലേ. ട്യൂബിൻ്റെ റേഡിയസ് ഇതാണ്. അപ്പോൾ ഞാൻ കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ഇവിടെ മാർക്ക് ചെയ്യാണ്. കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ്. ഓക്കെ, അത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് പഠിച്ചില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ. എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് ട്യൂബ്, ഇത് ലിക്വിഡ് സർഫസും. ഈ പോയിന്റിൽ എന്ത് വരക്കണം? ഇവർ തമ്മിൽ ചേരുന്ന പോയിന്റിൽ. അങ്ങനെയല്ലേ പഠിച്ചത്? ഇവർ തമ്മിൽ ചേരുന്ന പോയിന്റിൽ. ആര് തമ്മിൽ ചേരുന്ന പോയിന്റിൽ? ലിക്വിഡും സോളിഡും. ഇവിടുത്തെ ലിക്വിഡ് ആരാ? വാട്ടർ. സോളിഡ് ഗ്ലാസ്. വാട്ടറും ഗ്ലാസും അല്ലേ. ഇവർ ചേരുന്ന പോയിന്റ് ഇങ്ങനെയല്ലേ. ആ പോയിന്റിൽ ടാൻജൻറ്റ് വരക്കണം. അപ്പോൾ ടാൻജൻറ്റ് വരക്കുമ്പോൾ ഈ സ്ഫിയറിന് ടാൻജൻ്റ് ആവും. ആ ടാൻജൻറ്റും എന്താ നമ്മൾ പഠിച്ചത്? ടാൻജൻറ്റും ഉള്ളിലുള്ള ഗ്ലാസും. പുറമേയുള്ള ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതല്ല. പുറമേയുള്ള ഗ്ലാസ്സല്ല, ഉള്ളിലുള്ള ഗ്ലാസ്. ആ ടാൻജൻറ്റും ഉള്ളിലുള്ള ഗ്ലാസും തമ്മിലുള്ള ആംഗിൾ അല്ലേ. ഗ്ലാസ് തന്നെ കാപ്പിലാരി ട്യൂബ്. ഇവർ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, തീറ്റ. ഓക്കെ, ഇതിൽ കാപ്പിലാരി ട്യൂബിൻ്റെ ഈ കാണുന്ന കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. ഇത് ട്യൂബിൻ്റെ റേഡിയസ് സ്മോൾ ആർ. കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഇത് മെനിസ്കസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് ടാൻജൻറ്റ് വരച്ചിട്ട് ഉള്ളിലുള്ള ഗ്ലാസുമായിട്ട് കാപ്പിലാരി ഗ്ലാസ് എന്ന് പറയുമ്പോൾ കാപ്പിലാരി ട്യൂബായിട്ടുള്ള ആംഗിൾ മാർക്ക് ചെയ്ത് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ പിക്ചറിൽ അപ്പോൾ ഇത് സ്മോൾ ആർ, ഇത് കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഇത് തീറ്റ. നിങ്ങൾ നോക്കൂ, ജോമെട്രി നോക്കിക്കഴിഞ്ഞാൽ ഇത് തീറ്റ. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ വെക്കുമ്പോൾ ഈ ആംഗിൾ നിങ്ങൾക്ക് തീറ്റ കിട്ടും. അത് നിങ്ങൾ നോക്കി നോട്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീറ്റയാണെങ്കിൽ അവിടെയുള്ള ആ ആംഗിൾ തീറ്റ കിട്ടും. നോക്കി നോക്കൂ, കിട്ടും. ഓക്കെ, അപ്പോൾ അത് തീറ്റയാണെങ്കിൽ ഇത് സ്മോൾ ആർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? അഡ്ജസൻറ്റ് സൈഡ്. ഇത് സ്മോൾ ആർ, ഇത് ക്യാപിറ്റൽ ആർ. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ വരും. കണ്ടോ? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ വരും കോസ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ ഈക്വൽ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ വരും. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സ്മോൾ ആർ ബൈ കോസ് തീറ്റ വരും. ക്യാപിറ്റൽ ആർ ഈക്വൽ ടു സ്മോൾ ആർ ബൈ കോസ് തീറ്റ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്യാപിറ്റൽ ആറിന് പകരം സ്മോൾ ആർ ബൈ കോസ് തീറ്റ. അത് കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ഈക്വൽ ടു 2s ബൈ ക്യാപിറ്റൽ ആറിൻ്റെ സ്ഥാനത്ത് സ്മോൾ ആർ ബൈ കോസ് തീറ്റ റോ ജി. കോസ് തീറ്റ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എച്ച് ഈക്വൽ ടു 2s കോസ് തീറ്റ അല്ലേ. 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ റോ ജി കിട്ടും. 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ റോ ജി. കണ്ടോ? ഈ രണ്ട് ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. എച്ച് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ റോ ജി. ഈ ഇക്വേഷൻ്റെ എസ് സർഫസ് ടെൻഷൻ, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, സ്മോൾ ആർ എന്താ? ഇതിൽ ക്യാപിറ്റൽ ആറാണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മെനിസ്കസിനെ വെച്ചുകൊണ്ട് സ്ഫിയർ വരച്ചു. സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ്. ഓക്കെ, ഇത് മെനിസ്കസിൻ്റെ റേഡിയസ്, ഇത് കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് സ്മോൾ ആർ. അപ്പോൾ ഈ ഇക്വേഷനിൽ കണ്ടോ നിങ്ങൾ എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ കണ്ടോ? എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഓക്കെ, എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് സ്മോൾ ആർ കുറവാണെങ്കിലേ എച്ച് കൂടും. കണ്ടോ? സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ആരുടെ റേഡിയസാണ്? കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് അല്ലേ സ്മോൾ ആർ. എച്ച് എന്ന് പറയുമ്പോൾ ഈ ലിക്വിഡ് കയറിയ ഹൈറ്റ് അല്ലേ എച്ച്.
എച്ച് എന്ന് പറഞ്ഞാൽ കാപ്പിലാരി റൈസ്, ലിക്വിഡ് റൈസ് ചെയ്ത ഹൈറ്റ്, അത് ഞാൻ കാപ്പിലാരി റൈസ് എന്ന് പറഞ്ഞത്. ഈ എച്ചിൻ്റെ ഫോമുല തന്നെയാണ് നമ്മൾ അസെൻറ്റ് ഫോമുല എന്ന് പറയുന്നത്. അസെൻറ്റ് ഫോമുല, ലിക്വിഡ് റൈസ് ചെയ്ത ഹൈറ്റിൻ്റെ ഫോമുല, അസെൻറ്റ് ഫോമുല. അപ്പോൾ എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ. അപ്പോൾ സ്മോൾ ആർ കുറവാണെങ്കിലല്ലേ എച്ച് കൂടൂ. അപ്പോൾ എങ്ങനെയുള്ള ട്യൂബായിരിക്കണം? ഇതല്ലേ ട്യൂബിൻ്റെ റേഡിയസ്. അപ്പോൾ നേരിയ ട്യൂബായിരിക്കണം. അപ്പോൾ സ്മോൾ ആർ വളരെ കുറവായിരിക്കണം, അതിൻ്റെ റേഡിയസ് വളരെ കുറവായിരിക്കണം, എന്നാലേ എച്ച് കൂടും. അപ്പോൾ വലിയ ട്യൂബല്ല നിങ്ങൾ താത്തി വെച്ച് കഴിഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അതാ പറഞ്ഞാൽ നേരിയ ട്യൂബായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് വളരെ കുറവായിരിക്കണം, നേരിയ ട്യൂബായിരിക്കണം. എന്നാൽ അങ്ങനെയുള്ള ട്യൂബിനെ കാപ്പിലാരി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് റൈസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോമുലാസ് കിട്ടി. റെഡി? ഇനി എന്ത് ചെയ്യാം നമ്മൾ? ഇനി ഇതിൽ സോ ദിസ് ഫോമുല ഈസ് കോൾഡ് അസെൻറ്റ് ഫോമുല. ഓക്കെ, നോക്കൂ. ഇനി ഇതിൽ ഒരു കാര്യം പറയട്ടെ, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇതിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. അപ്പോൾ സ്മോൾ ആർ വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്നാ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. എച്ച് ഈക്വൽ ടു 2s ബൈ ക്യാപിറ്റൽ ആർ റോ ജിയും 2s കോസ് തീറ്റ ബൈ സ്മോൾ ആർ റോ ജിയും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ വാട്ടറിന് പകരം വാട്ടർ ആകുമ്പോൾ കാപ്പിലാരി ട്യൂബിലൂടെ റൈസ് ചെയ്യുന്നതല്ലേ, കാപ്പിലാരി ട്യൂബിൽ റൈസ് ചെയ്തല്ലേ വാട്ടർ. മെർക്കുറി ആണെങ്കിൽ ഞാൻ പറഞ്ഞു റൈസ് ചെയ്യല്ല ചെയ്യുക, ഫോളോ ചെയ്യുക. അത് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ തീറ്റൻ്റെ പേര് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അല്ലേ. മെർക്കുറിൻ്റെ കേസിൽ തീറ്റൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു, തീറ്റ 140 ഡിഗ്രി ഒപ്റ്റ്യൂസാണ്. 140 ഡിഗ്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് തീറ്റൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ. തീറ്റ ഒപ്റ്റ്യൂസ് പക്ഷേ കോസ് തീറ്റൻ്റെ വാല്യൂ എന്തായാലും നെഗറ്റീവ് ആവും. കോസ് തീറ്റൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നതിൻ്റെ അർത്ഥം അപ്പോൾ എച്ച് നെഗറ്റീവ് ആവുന്നതിൻ്റെ അർത്ഥമാണ് ഫോളിങ്. അപ്പോൾ കാപ്പിലാരി ട്യൂബിലൂടെ റൈസ് ചെയ്യല്ല ചെയ്യുക, ഫോളോ ചെയ്യുക മെർക്കുറി ആണെങ്കിൽ. കാരണം മെർക്കുറിൻ്റെ കേസിൽ തീറ്റ ഒപ്റ്റ്യൂസ് ആണ്. അപ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് ആവും. അപ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് ആകുമ്പോൾ എച്ച് നെഗറ്റീവ് ആവും. അപ്പോൾ ഫോളിങ് ആയിരിക്കും. എച്ച് നെഗറ്റീവിൻ്റെ മീനിങ് ഫോളിങ് ആണ്. ഓക്കെ, അത് ഞാൻ മാത്തമാറ്റിക്കലി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൽ അപ്പോൾ ഇത് നമുക്ക് വേണേ, ഇക്വേഷൻ വേണം. അത് ഞാൻ ഇത് വെച്ചിട്ടൊരു കാര്യം പറയട്ടെ. എച്ച് ഈക്വൽ 2s ബൈ ക്യാപിറ്റൽ ആർ റോ ജി. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ആർ ലെഫ്റ്റിലേക്ക് എടുത്താലോ? എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ആർ ഈക്വൽ 2s ബൈ റോ ജി. ഓക്കെ, ജി നമുക്കറിയാം കോൺസ്റ്റൻറ്റ് 9.8. റോ ഇപ്പോൾ വാട്ടർ അല്ലേ ഇതിൻ്റെ അകത്തുള്ള, അപ്പോൾ വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ് റോ. വാട്ടറിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, 1000 ആണ്, 1000 kg/m³. പിന്നെ എസ് സർഫസ് ടെൻഷനും വാട്ടറിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി സർഫസ് ടെൻഷൻ സർഫസ് ടെൻഷനും ഡെൻസിറ്റി എല്ലാം മാറും. എപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എല്ലാം സർഫസ് ടെൻഷൻ മാറുകയെല്ലാം ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർഫസ് ടെൻഷൻ മാറുന്ന ടെമ്പറേച്ചർ മാറുമ്പോൾ അതുപോലെ വെള്ളത്തിൽ സൊല്യൂബിളായ സാധനങ്ങൾ ആഡ് ചെയ്യുന്നവരെല്ലാം സർഫസ് ടെൻഷൻ മാറുകയെല്ലാം ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ടോട്ടലി ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ടേം ടോട്ടലി കോൺസ്റ്റൻറ്റ്. സോ എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ഈ എച്ച് ഇൻറ്റു ആർ ഈസ് എ, അപ്പോൾ ഇത് മൊത്തം കോൺസ്റ്റൻ്റ് ആണ്. സോ എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ ലോനെ ബേസ് ചെയ്തിട്ടാണ് മക്കളെ കാപ്പിലാരി ആക്ഷൻ നടക്കുക. അതായത് ഏത് ലോ? എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന ലോനെ ബേസ് ചെയ്തിട്ടാണ് കാപ്പിലാരിറ്റി നടക്കുക. അപ്പോൾ എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓർമ്മിച്ചോളാം, എച്ച് ഇൻറ്റു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കാപ്പിലാരി ആക്ഷൻ നടക്കുക. അതിൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഈ മെനിസ്കസ് ഇത് സ്ഫിയർ വരച്ചാൽ അതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ കാപ്പിലാരി ട്യൂബിന നിങ്ങൾ ഇത് എച്ച് ഹൈറ്റിലല്ലേ വാട്ടർ റൈസ് ചെയ്തേ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കാപ്പിലാരി ട്യൂബിന ഇവിടെ വെച്ച് കട്ട് ചെയ്തു. നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. നിങ്ങൾ ആലോചിക്കണേ, എവിടെ വരെ വാട്ടർ റൈസ് ചെയ്തിരുന്നു? ഇവിടെ വരെ വാട്ടർ റൈസ് ചെയ്തിരുന്നു അല്ലേ. ഇവിടെ വരെ റൈസ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ച് ഇവിടെ വെച്ച് കാപ്പിലാരി ട്യൂബിനെ കട്ട് ചെയ്തു. അപ്പോൾ പിക്ചർ എങ്ങനെയായി? ഇത് നമ്മുടെ ബീക്കർ.
ഓക്കെ, ഇതിനകത്ത് വാട്ടർ കാപ്പിലാരി ട്യൂബിനെ ഈ ലെവലിൽ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടം വരെ കാപ്പിലാരി ട്യൂബ് ഉള്ളൂ. നോക്കുവേ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇതിനകത്ത് വാട്ടറുണ്ട്. നോക്കൂ, നേരത്തെ ഈ കാപ്പിലാരി ട്യൂബിൽ ഇവിടെ വരെ വാട്ടർ റൈസ് ചെയ്തല്ലോ, ഇവിടെ വരെ റൈസ് ചെയ്തു. ഇവിടെ വെച്ച് കാപ്പിലാരി ട്യൂബിനെ കട്ട് ചെയ്തല്ലേ. അപ്പോൾ കാപ്പിലാരി ട്യൂബ് ഇപ്പോൾ ഈ ലെവൽ വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താ? ഈ വാട്ടർ നേരത്തെ ഇവിടെ വരെ ഈ സ്ഥലം വരെ റൈസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വരെ റൈസ് ചെയ്യണ്ടേ വാട്ടർ, അവിടെ വരെ റൈസ് ചെയ്യണ്ടേ? അതിൻ്റെ അവരെ വരെ റൈസ് ചെയ്യുന്ന വാട്ടർ ആയത്, ആ സ്ഥലം വരെ റൈസ് ചെയ്യും, അവിടെ വരെ റൈസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ വെച്ച് നിങ്ങൾ കട്ട് ചെയ്തറിഞ്ഞു, കാപ്പിലാരി ട്യൂബിനെ കട്ട് ചെയ്തല്ലേ. അപ്പോൾ കാപ്പിലാരി ട്യൂബ് ഇവിടം വരെയുള്ളൂ. അപ്പോൾ ഇവിടം വരെ കാപ്പിലാരി ട്യൂബ് ഉള്ളെങ്കിലോ എന്നാ സംഭവിക്കുക? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ വരെ റൈസ് ചെയ്യുന്ന വാട്ടർ അല്ലേ. അപ്പോൾ കാപ്പിലാരി ട്യൂബ് ഇവിടെ വെച്ച് കട്ട് ചെയ്തറിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഇങ്ങനെ റൈസ് ചെയ്ത് പുറമേക്ക് മാറി അല്ലേ, ഓവർഫ്ലോ ഉണ്ടാവും. കാരണം ഇവിടം വരെയല്ലേ ഇപ്പം കാപ്പിലാരി ട്യൂബ് ഉള്ളൂ, കാപ്പിലാരി ട്യൂബ് ഇവിടം വരെ ഉള്ളൂ. പക്ഷേ വാട്ടർ ഇവിടെ വരെ റൈസ് ചെയ്യണം, ഇവിടം വരെ കാപ്പിലാരി ട്യൂബ് ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? വാട്ടർ ഇങ്ങനെ കയറി പിന്നെ ഓവർഫ്ലോ ഉണ്ടാവും, പുറത്തേക്ക് പോകും. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. അതിന് കാരണം ഇതാണ്, കാപ്പിലാരിറ്റി നടക്കുക H/R ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ള ലോനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ടോട്ടലി ഇതാണ് H അല്ലേ. Hൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇതെല്ലാം വിചാരിച്ചു L. ഓക്കെ, H/R കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? H/R കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അർത്ഥം എന്നാ? H കുറയുമ്പോൾ R കൂടണം. H കുറയുമ്പോൾ R കൂടണം, എന്നാലേ H/R കോൺസ്റ്റൻ്റ് ആവും. കാരണം R അപ്പുറം പോയാൽ H ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ R എന്നല്ലേ ഇവിടെ, കോൺസ്റ്റൻറ്റ് ബൈ R അങ്ങനെയല്ലേ വരിക. അങ്ങനെയാണ് R കൂടുമ്പോൾ H കുറയണം, അല്ല H കുറയുമ്പോൾ R കൂടണ്ടേ. ഓക്കെ, എന്നാലേ കോൺസ്റ്റൻറ്റ് കിട്ടൂ. അപ്പോൾ H/R കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ H കുറയുകയാണെങ്കിൽ R കൂടണം. അപ്പോൾ ഇവിടെ H കുറഞ്ഞു, കാരണം H ഇത്ര ഉണ്ടായിരുന്നു നേരത്തെ, ഇത്ര വരെ വാട്ടർ റൈസ് ചെയ്തിരുന്നു. ആ Hൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ L ഉള്ളൂ, അത് കുറഞ്ഞു. അപ്പോൾ H കുറഞ്ഞു, H കുറഞ്ഞിട്ട് L ആയി. പക്ഷേ H കുറയുമ്പോൾ എന്ത് കൂടണം? R കൂടണം. അപ്പോൾ സംഭവിക്കുന്നതോ, വാട്ടർ ഓവർഫ്ലോ ഉണ്ടാവില്ല, വാട്ടർ റൈസ് ചെയ്യും. വാട്ടർ റൈസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ വാട്ടർ എങ്ങനെ നിൽക്കുക? വാട്ടർ ഇങ്ങനെ വളഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറി നിൽക്കും. അഡ്വേഴ്സീവ് ഫോഴ്സ് കൂടിയാൽ ഇങ്ങനെ കയറിക്കൂല. അപ്പോൾ സംഭവിക്കുക, വാട്ടർ കുറച്ച് ഇങ്ങനെയായി, കുറച്ചിങ്ങനെ ഫ്ലാറ്റായി നിൽക്കും. ഓക്കെ, കാരണം ഈ H കുറഞ്ഞു, Hൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ L ഉള്ളൂ. Hൻ്റെ സ്ഥാനത്ത് L ആയത് എങ്ങനെയാണ്? നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു, ട്യൂബിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഇങ്ങനെ കയറി പുറത്തേക്ക് പോകുന്നതാണ്, ഓവർഫ്ലോ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഓവർഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, വാട്ടർ എന്ത് ചെയ്യും? ടോപ്പ് വരെ റൈസ് ചെയ്യും. എന്നിട്ട് H കുറഞ്ഞത് കൊണ്ട്, H കുറഞ്ഞിട്ട് ഇപ്പോൾ L ആയല്ലോ, H കുറഞ്ഞത് കൊണ്ട് എന്ത് കൂടും? R കൂടും. എന്നാലേ H കുറയുമ്പോൾ R അതിനനുസരിച്ച് R കൂടും, എന്നാലേ H/R കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ R എങ്ങനെ കൂടും? അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ഫ്ലാറ്റായിട്ട് നിൽക്കും മെനിസ്കസ്. എന്നിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്ഫിയർ വരക്കണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട് സ്ഫിയർ വരക്കുമ്പോൾ ആ സ്ഫിയർ ഇങ്ങനെയായി മാറും, സ്ഫിയർ ഇങ്ങനെയായി മാറും. അപ്പോൾ അതിൻ്റെ R ഇതാണ്, അതാണ് അതിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ റേഡിയസിനേക്കാളും കൂടുമ്പോഴാണ്. അപ്പോൾ റേഡിയസ് R' ആയി. അപ്പോൾ H കുറഞ്ഞതുകൊണ്ട്, H കുറഞ്ഞിട്ട് L ആയി. H കുറഞ്ഞതുകൊണ്ട് അതിനനുസരിച്ച് മെനിസ്കസ് അഡ്ജസ്റ്റബിൾ ആവും. അപ്പോൾ സംഭവിക്കുന്ന ഇവിടെ വെച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് കട്ട് ചെയ്താൽ എന്നാൽ സംഭവിക്കുക? ഓവർഫ്ലോ ഉണ്ടാവില്ല, വാട്ടർ പുറത്തേക്ക് പോകില്ല, ഓവർഫ്ലോ ഉണ്ടാവില്ല. വാട്ടർ വിൽ റൈസ്, ഇറ്റ് വിൽ റൈസ് അപ് ടു ടോപ്പ്, ഏറ്റവും ടോപ്പ് വരെ റൈസ് ചെയ്യും. ആൻഡ് മെനിസ്കസ് ഗെറ്റ്സ് അഡ്ജസ്റ്റഡ്, മെനിസ്കസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആവും. കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ട് മെനിസ്കസ് കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലാറ്റ് ആവും. എന്നിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടും. കാരണം H കുറഞ്ഞതുകൊണ്ട് അതിനനുസരിച്ച് R കൂടും, എന്നാലേ H/R കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ H/R കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? H/R കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇവിടെയുള്ള H/Rഉം ഇവിടെയുള്ള H/Rഉം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള H/R എത്രയാ? H/R എന്ന് പറഞ്ഞാൽ H/R തന്നെ, ഇതാ H/R തന്നെ. H/R ഇവിടെയുള്ള കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെയുള്ള H/Rഉം അവിടെയുള്ള H/Rഉം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ളത് H/R ഈക്വൽ ടു അവിടെയുള്ള കോൺസ്റ്റൻ്റ് ആണ് അത്. അപ്പോൾ ഇവിടെയുള്ളതും അവിടെയുള്ളതും സെയിം ആണ്. അപ്പോൾ ഇവിടെ H/R എന്ന് പറയുമ്പോൾ H/R L ആണ്, L/R'. സോ H/R ഈക്വൽ ടു L/R'. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ കാപ്പിലാരി ട്യൂബിനെ ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
വാട്ടർ ഓവർഫ്ലോ ചെയ്യൂല, വാട്ടർ ടോപ്പ് വരെ റൈസ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് മെനിസ്കസ് അഡ്ജസ്റ്റബിൾ ആവും. ഓക്കെ, എന്നാലേ H/R കോൺസ്റ്റൻ്റ് ആവും. ഈ ലോനെ ബേസ് ചെയ്തിട്ടാണ് കാപ്പിലാരി ആക്ഷൻ നടക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഈ കേസിൽ ഈ ആംഗിൾ അല്ലേ തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ, ഇതല്ലേ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. അതേപോലെ ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യും? ഇവിടെ ഇതിപ്പോൾ മെനിസ്കസ് കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലാറ്റായി, അതിനനുസരിച്ച് സ്ഫിയർ കുറച്ച് റേഡിയസ് കൂടി എന്നെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ എങ്ങനെയാണ് തീറ്റ മാർക്ക് ചെയ്യുക? എങ്ങനെയാണ് തീറ്റ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ പോയിന്റിൽ എന്ത് വരക്കണം? ടാൻജൻറ്റ് വരക്കണം. അപ്പോൾ ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ ഈ കേസിൽ തീറ്റ ഇതല്ലേ വരിക, ഇതല്ലേ തീറ്റ വരിക. അപ്പോൾ ഈ തീറ്റ ഇതല്ലേ, ഈ തീറ്റേനേക്കാൾ കുറച്ചുകൂടി കൂടുമ്പോഴാണ് ഇതിനനുസരിച്ച് ആംഗിൾ മാറുമല്ലോ. കാരണം നേരത്തെ ഈ സ്ഫിയറിനാണ് നിങ്ങൾ എന്ത് വരച്ചത്? ടാൻജൻറ്റ് വരച്ചത്. ഇപ്പോൾ ഈ സ്ഫിയർ കുറച്ചുകൂടി വലുതായല്ലോ, ഇങ്ങനെയായല്ലോ. അപ്പോൾ അതിന് ടാൻജൻറ്റ് വരക്കുമ്പോൾ അത് ഇങ്ങനെ ആവില്ല ടാൻജൻറ്റ്, അതിനനുസരിച്ച് തീറ്റ മാറും. അപ്പോൾ ഈ തീറ്റക്ക് വരെ തീറ്റ ഡാഷ് കൊടുത്തിയാൽ. ഓക്കെ, ഈ തീറ്റ ഡാഷിൻ്റെ പേരാണ് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് കാപ്പിലാരി ആക്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കാപ്പിലാരി ട്യൂബിനെ ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വാട്ടർ പുറമേക്ക് ഓവർഫ്ലോ ഇല്ല, ടോപ്പ് വരെ പോയിട്ട് നിന്നു. അന്നേരമാണ് അതിനനുസരിച്ച് തീറ്റ മാറും, ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാറും. ഈ കേസിലുള്ള തീറ്റ ഡാഷ്, കേസിലുള്ള തീറ്റൻ്റെ പേരാണ് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് തീറ്റ ഡാഷ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ തീറ്റയും തീറ്റ ഡാഷും തമ്മിലുള്ള റിലേഷനാണ്. തീറ്റയും തീറ്റ ഡാഷും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, നമ്മൾ എച്ചിൻ്റെ ഇക്വേഷൻ എച്ചിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ H = 2s cos θ ബൈ r/g. അന്നേരം സ്മോൾ ആർ എടുക്കണം അല്ലേ. 2s cos θ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ എടുക്കണം. 2s cos θ ബൈ r/g. അപ്പോൾ H = ഈ കേസിൽ തീറ്റയാണല്ലോ. അപ്പോൾ 2s cos θ ബൈ r/g. സ്മോൾ ആർ എന്ന് പറയുമ്പോൾ കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. 2s cos θ ബൈ r/g. അപ്പോൾ നിങ്ങൾ നോക്കൂ, കമ്പയർ ചെയ്യൂ. എച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? L ആണ്. L. അപ്പോൾ L = 2s cos θ. തീറ്റക്ക് പകരം തീറ്റ ഡാഷ്. അപ്പോൾ 2s cos θ ഡാഷ്. എച്ചിൻ്റെ സ്ഥാനത്ത് L, തീറ്റൻ്റെ സ്ഥാനത്ത് തീറ്റ ഡാഷ്. അതാണ് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഡാഷ്. 2s cos θ ഡാഷ് ബൈ r/g അല്ലേ വേണ്ടേ? r/g. അപ്പോൾ ഇവിടെ H = 2s cos θ ബൈ r/g, ഇവിടെ 2s cos θ ഡാഷ് ബൈ r/g. അങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്തോളാം. സോ H/L എന്ത് വരും? H/L = ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള എല്ലാം ക്യാൻസൽ ആവും. ഡിവൈഡ് ചെയ്യുന്നല്ലേ, അപ്പോൾ ഒരേപോലെയുള്ള എല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ 2s ക്യാൻസൽ ആവും, r/g ക്യാൻസൽ ആവും. കാരണം ഇത് ഇക്വേഷനും ആ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേരം ഒരേതെല്ലാം ക്യാൻസൽ ആവും. ബാക്കിയുള്ളതാരാ? ഇതിൽ cos θ ഉണ്ട്, അതിൽ cos θ ഡാഷ് ഉണ്ട്. ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് വരും? cos θ ബൈ cos θ ഡാഷ്. അപ്പോൾ ശരിക്കുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ് തീറ്റ. തീറ്റ ഡാഷ് എപ്പോൾ ഉള്ളതാണ്? ഇതിനെ ഇടയിൽ വെച്ച് കട്ട് ചെയ്തു, കാപ്പിലാരി ട്യൂബിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അന്നേരമുള്ള സംഭവമാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞു. അന്നേരമുള്ള തീറ്റ, അതിൻ്റെ പേരാണ് തീറ്റ ഡാഷ്. അതിൻ്റെ പേരാണ് അപ്പാരൻ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിലേഷനാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ, cos θ ഡാഷ് എന്ത് വരും? cos θ ഡാഷ് = cos θ ഡാഷ് ഇങ്ങോട്ട് എടുത്ത് ഇത് അങ്ങോട്ട് പോയാൽ L/H cos θ എന്ന് എഴുതാം അല്ലേ. cos θ ഡാഷ് ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം അപ്പുറം പോകുമ്പോൾ L മുകളിൽ പോകും, H താഴെ വരും. അപ്പോൾ L/H cos θ ഡാഷ് = L/H cos θ. ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഒരു ട്യൂബ് നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡിൻ്റെ പ്രഷറാണ് പറഞ്ഞത്. ഈ ലിക്വിഡിൻ്റെ പ്രഷർ, ഇങ്ങനെയുള്ള ട്യൂബുണ്ട്. ഇവിടെയുള്ള ഇതിനകത്തുള്ള ലിക്വിഡിൻ്റെ പ്രഷറാണ് പറയുന്നത്. ലിക്വിഡിൻ്റെ പ്രഷർ ഇവിടെ എത്രയായിരിക്കും? പ്രഷർ H/ρg ആയിരിക്കും അല്ലേ. ലിക്വിഡിൻ്റെ പ്രഷർ H/ρg ആയിരിക്കും. അതിനകത്തുള്ള ലിക്വിഡിൻ്റെ പ്രഷർ H/ρg ആയിരിക്കും.
അപ്പോൾ ഈ ട്യൂബ് നമ്മൾ ഇങ്ങനെയാക്കി, ട്യൂബ് ഇങ്ങനെയാക്കി. ഓക്കെ, ഇങ്ങനെയാക്കുന്ന സമയത്ത് ഈ ട്യൂബിനെ നമ്മൾ ഇങ്ങനെയാക്കി. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ട്യൂബിനെ ഇങ്ങനെയാക്കിയേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രഷർ വരിക? അപ്പോൾ ലിക്വിഡ് ഇപ്പോൾ ഇങ്ങനെയുള്ള, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള, ഇങ്ങനെയാകുമ്പോൾ ഈ ഹൈറ്റ് എച്ചാന്ന് വിചാരിച്ചു. ഇത് എച്ച് ഹൈറ്റ് അല്ല, ഇങ്ങനെ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എച്ചാന്ന് വിചാരിച്ചു. ലിക്വിഡിൻ്റെ ലെങ്ത്ത്, ഇതിൻ്റെ അകത്തുള്ള ലിക്വിഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയും, ലിക്വിഡ് കോളത്തിൻ്റെ ലെങ്ത്ത് അത് എച്ചാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എത്രയാണ്? പ്രഷർ എച്ച് റോ ജി അല്ലേ? ഇവിടെയുള്ള പ്രഷർ എച്ച് റോ ജി അല്ല. ഇപ്പോൾ പ്രഷർ നമ്മൾ എഴുതേണ്ടത് എച്ച് റോ ജി എന്ന് എഴുതേണ്ടത് ഇതിനകത്തുള്ള ലിക്വിഡിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഹൈറ്റാണ് എടുക്കേണ്ടത്, വെർട്ടിക്കൽ ഹൈറ്റാണ് എടുക്കേണ്ടത്. ഈ പോയിന്റ് മുകളിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ ഇപ്പോൾ എച്ച് റോ ജി അല്ല, ഇവിടെയുള്ള പ്രഷർ എച്ച് റോ ജി അല്ല, ഈ വെർട്ടിക്കൽ ഹൈറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എൽ റോ ജി ആയിരിക്കും. ഈ വെർട്ടിക്കൽ ഹൈറ്റ് വെച്ചിട്ടാണ് എഴുതേണ്ടത് ഇക്വേഷൻ വരിക പ്രഷർ. അപ്പോൾ എൽ റോ ജി ഉണ്ടാവും, എച്ച് റോ ജി ഉണ്ടാവില്ല. വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ എച്ച് കംപ്ലീറ്റ് വെർട്ടിക്കലാണെങ്കിൽ എച്ച് റോ ജി ഉണ്ടാവും. പക്ഷേ ഇത് ഇൻക്ലൈൻഡായി നിൽക്കുമ്പോൾ ഈ ഹൈറ്റാണ് വരിക. അപ്പോൾ ഇവിടെ പ്രഷർ എൽ റോ ജി ആയിരിക്കും. ഓക്കെ, ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബീക്കർ, ഈ ബീക്കറിനകത്ത് വാട്ടർ ഉണ്ട്. ഓക്കെ, നമ്മൾ കാപ്പിലാരി ട്യൂബ് താത്തി വെച്ചു. ഓക്കെ, അപ്പോൾ കാപ്പിലാരി ട്യൂബിൽ വാട്ടർ റൈസ് ചെയ്തു. എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്തു. നമ്മൾ ഈ ഫസ്റ്റ് ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, എന്തിനായിരുന്നു വാട്ടർ റൈസ് ചെയ്തത്? റീസൺ എന്തായിരുന്നു? കാരണം ഇവിടെ ഇങ്ങനെ മെനിസ്കസ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇവിടെ പ്രഷർ കുറവേനും. അപ്പോൾ പ്രഷർ കൂടിയിട്ട് ഇവിടെയും അവിടെ ഈക്വൽ ആവണം. ഓർമ്മയില്ല, അവിടെ ഈക്വൽ ആവും, ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ ഈക്വൽ ആവാനാണ് ലിക്വിഡ് റൈസ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്താൽ ഇവിടെ ഒരു എക്സ്ട്രാ പ്രഷർ വരും. എച്ച് ഹൈറ്റിൽ റൈസ് ചെയ്താൽ ഒരു എക്സ്ട്രാ പ്രഷർ വരും, എച്ച് റോ ജി എന്ന് പറഞ്ഞൊരു പ്രഷർ വരും. അപ്പോൾ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ ഇവിടെ കിട്ടണം. ഒരു എച്ച് റോ ജി എന്ന് പറയുന്ന എക്സ്ട്രാ പ്രഷർ ഇവിടെ കിട്ടണം. കാരണം പ്രഷർ നേരത്തെ കുറഞ്ഞു പോയിട്ട് അത് കൂടണം. എന്നിട്ട് ഹൊറിസോണ്ടൽ ലെവലിൽ ഈക്വൽ ആവാനല്ലേ ലിക്വിഡ് റൈസ് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്ര പ്രഷർ കിട്ടാൻ വേണ്ടി? ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടാൻ വേണ്ടിയാണ് ലിക്വിഡ് റൈസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ കാപ്പിലാരി ട്യൂബിനെ ഇങ്ങനെയുള്ള ഈ കാപ്പിലാരി ട്യൂബിനെ നിങ്ങൾ ഇൻക്ലൈൻഡ് ആക്കി. എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ കാപ്പിലാരി ട്യൂബിനെ തന്നെയാണ് നമ്മൾ ചെരിച്ചത്, ഇൻക്ലൈൻഡ് ആക്കിയത്. അല്ലാണ്ട് ഇതൊരു കാപ്പിലാരി ട്യൂബ് അങ്ങനെയല്ല. ഈ കാപ്പിലാരി ട്യൂബിനെ നിങ്ങൾ ഇൻക്ലൈൻഡ് ആക്കി, കുറച്ച് ചെരിച്ച് കളഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻക്ലൈൻഡ് ആക്കിയാലും ഇതിലൂടെ വാട്ടർ റൈസ് ചെയ്യും. വാട്ടർ റൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണം. അപ്പോൾ വാട്ടർ ഇതിലൂടെ റൈസ് ചെയ്തു. അപ്പോൾ സംഭവിച്ചെന്നാൽ ഈ കാപ്പിലാരി ട്യൂബിനെ നമ്മൾ പിടിച്ച് ഇൻക്ലൈൻഡ് ആക്കിയാലും വാട്ടർ റൈസ് ചെയ്യും. എന്തിന്? ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണം. എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണമെങ്കിൽ ഏതെച്ച് എടുക്കണ്ടേ? ഇ എച്ച് എടുക്കണ്ടേ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഇ എച്ച് എടുക്കേണ്ടത് അല്ല, വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് കിട്ടണം. വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് വന്നാലേ ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ ഉണ്ടാവും അല്ലേ? അപ്പോൾ വാട്ടർ എവിടെ വരെ റൈസ് ചെയ്യണം? ഇവിടെ വരെ റൈസ് ചെയ്താലല്ലേ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആവും. അങ്ങനെ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആയാലല്ലേ ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടൂ. ഓക്കെ, അപ്പോൾ വാട്ടർ കുറേ നോളം റൈസ് ചെയ്യും, എന്നാലേ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആകൂ, എന്നാലേ ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന ഒരു പ്രഷർ, എക്സ്ട്രാ പ്രഷർ കിട്ടും. അതിന് വേണ്ടിയാണ് റൈസ് ചെയ്തത്. അപ്പോൾ ഇതേ ട്യൂബിനെ ഇൻക്ലൈൻഡ് ആക്കിയാലും ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണം.
എച്ച് റോ ജി എന്ന് പറഞ്ഞ പ്രഷർ കിട്ടിയാലേ ഇവിടെ ഒറിസോണ്ടൽ ലെവലിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് ഒറിസോണ്ടൽ ലെവലിൽ പ്രഷർ എന്താവും സെയിം ആവും. അങ്ങനെ സെയിം ആക്കാനല്ലേ ലിക്വിഡ് റൈസ് ചെയ്യുന്നത്. അങ്ങനെ റൈസ് ചെയ്തിട്ട് എച്ച് റോ ജി എന്ന് പറയുന്ന ഒരു പ്രഷർ ഇവിടെ കിട്ടണം, എന്നാലേ ഇവിടെ സെയിം ആവും. അങ്ങനെ സെയിം ആക്കാനാണല്ലോ റൈസ് ചെയ്തത്. അപ്പോൾ സെയിം ആക്കാൻ റൈസ് ചെയ്യുമ്പോൾ എച്ച് റോ ജി കിട്ടണ്ടേ? എച്ച് റോ ജി എന്ന് പറഞ്ഞ പ്രഷർ എക്സ്ട്രാ പ്രഷർ ഇവിടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആവണം. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആവുന്നവരെ ലിക്വിഡ് റൈസ് ചെയ്യും. അപ്പം കാപ്പിലാരി ട്യൂബിനെ ഇൻക്ലൈൻഡ് ആക്കി എന്നാ സംഭവിക്കുക? ഇൻക്ലൈൻഡ് ആക്കിയാൽ ദ ലെങ്ത് ഓഫ് വാട്ടർ കോളം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇൻ ദ നേരത്തെ ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇതല്ലേ, ഇതാണ് ലെങ്ത് ഓഫ് വാട്ടർ കോളം. ലെങ്ത് കാരണം കുത്തനെ അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് വാട്ടർ കോളം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതിപ്പോൾ ഇങ്ങനെയായി, ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇങ്ങനെയായി. ലെങ്ത് ഓഫ് വാട്ടർ കോളം വിൽ ഇൻക്രീസ്. ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇതിനേക്കാളും ഇൻക്രീസ് ആയി, കുറേ പോയി, വാട്ടർ കുറേ കയറും. അപ്പോൾ ലെങ്ത് ഓഫ് വാട്ടർ കോളം വിൽ ഇൻക്രീസ്, ബട്ട് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം വിൽ ബി സെയിം. വെർട്ടിക്കൽ ഹൈറ്റ് എന്തിനാ സെയിം ആകുന്നത്? വെർട്ടിക്കൽ ഹൈറ്റ് സെയിം ആയാലേ ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടും. അപ്പോൾ കാപ്പിലാരി ട്യൂബിനെ ഇൻക്ലൈൻഡ് ആക്കി എന്ത് സംഭവിക്കും? ദ ലെങ്ത് ഓഫ് വാട്ടർ കോളം ഇൻ കാപ്പിലാരി ട്യൂബ് വിൽ ഇൻക്രീസ്, ബട്ട് ദ വെർട്ടിക്കൽ ഹൈറ്റ് വിൽ സെയിം. അപ്പോൾ ഈ ആംഗിൾ ഞാനൊരു ആൽഫ എന്നങ്ങനെ എടുത്തു. ഈ കാപ്പിലാരി ട്യൂബിനെ ഇൻക്ലൈൻഡ് ആക്കിയ ആംഗിൾ ഞാനൊരു ആൽഫ എന്നങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കോസ് ആൽഫ എന്ത് വരും? കോസ് ആൽഫ. അപ്പോൾ ആൽഫ എന്ന് വെച്ചാൽ ദ ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ്, കാപ്പിലാരി ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ് ത്രൂ ആംഗിൾ ആൽഫ ഫ്രം വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ആൽഫ ആംഗിൾ ഇൻക്ലൈൻഡ് ആക്കി. സോ കോസ് ആൽഫ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ H/L, കോസ് ആൽഫ ഈക്വൽ ടു H/L. ഇങ്ങനൊരു ഫോമിൽ എഴുതാം. അപ്പോൾ എന്താ പറഞ്ഞാൽ, കാപ്പിലാരി ട്യൂബിനെ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് ഇൻക്ലൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണം. എച്ച് റോ ജി എന്ന് പറയുന്ന പ്രഷർ കിട്ടണമെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഷുഡ് ബി എച്ച്. ഇത് എച്ച് ആയിരിക്കണം. അപ്പോൾ അത് എച്ച് ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് കൂടുതൽ ലെങ്ത്തിൽ ഇങ്ങനെ റൈസ് ചെയ്യണം. അപ്പോൾ ലെങ്ത് ഓഫ് വാട്ടർ കോളം വിൽ ഇൻക്രീസ്, ബട്ട് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം വിൽ ബി സെയിം. സോ കോസ് ആൽഫ ഈക്വൽ ടു H/L വരും. ഇതിനൊക്കെ ഫോമുല എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഫ്ലൂയിഡ് ചാപ്റ്റർ. ഓക്കെ, ശരി.